ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പാലക് ചീര സൂപ്പാണ്. ഇത് കണ്ണിനും മുടിക്കും ശരീരത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന ഒരു സൂപ്പാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് പാലക് ചീര സൂപ്പ് ഉണ്ടാക്കുക എന്ന് നോക്കാം. സൂപ്പ് കുടിക്കുമ്പോൾ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. ക്യാരറ്റിലുള്ള ഈർപ്പം ഒന്ന് പോകുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ സോട്ട് ചെയ്താൽ മതി. പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പാലക് ചീര ഒന്ന് ചെറുതായിട്ട് അരിയുക. വളരെ നൈസാവേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് വളരെ നൈസായിട്ട് അരിഞ്ഞു വെക്കണം. ഇത് ലാസ്റ്റ് നമുക്ക് ക്യാരറ്റിനോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുപ്പത്തൊരു അടികട്ടിയുള്ള പാത്രം വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക് ചീര ഇടുക. ഇത് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ച പാലക് ചീരയാണ് ഇടേണ്ടത്. ഇതിലേക്കൊരു നുള്ള് ഉപ്പിടുക. ഇത് ഏകദേശം 1 മിനിറ്റോളം വേവിച്ചാൽ മതി. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഈ തിളച്ച വെള്ളം മാറ്റി വയ്ക്കുക. ഇതിൻ്റെ സ്റ്റോക്കാണ്. ഇത് നമ്മൾ മിക്സിയിൽ പാലക് ചീര സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ആവശ്യം വരും. നമ്മൾ ഈർപ്പം മാറ്റി വെച്ച ക്യാരറ്റിനോടൊപ്പം എടുത്തു വയ്ക്കാം. ഇനി ഇതേ പാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് വീണ്ടും നമ്മൾ ചൂടാക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 കുരുമുളക് മണികളിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യുക. കുരുമുളക് മണികൾ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന പാലക് ചീര മൊത്തമായും ഇടാം. നല്ല രീതിയിലൊന്ന് ഇളക്കുക. ഒരു നുള്ള ഉപ്പിട്ടാൽ മതി. കാരണം ഉപ്പ് അധികമായി കഴിഞ്ഞാൽ നമുക്ക് ഈ സൂപ്പ് കുടിക്കാൻ വളരെയധികം പ്രയാസമുണ്ടാകും. ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പിടുക. ഒരു 2 മിനിറ്റോളം ഇതൊന്ന് സോട്ട് ചെയ്യുക. പിന്നീട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച സ്റ്റോക്ക്, നമ്മൾ ആദ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പാലക് ചീര വേവിച്ച വെള്ളമുണ്ടല്ലോ, ആ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് വേണം അരയ്ക്കാൻ. വീണ്ടും ഇതേ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 4 മുതൽ 5 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടാതെ 2-3 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് സോട്ട് ചെയ്യുക. നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള പാലക്ക് ചേർക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിക്കുക. പാല് വേണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതിയാകും. ഇനി എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റും പാലക് ചീരയും ഇടുക. ഇനി സൂപ്പ് കുറച്ചും കൂടി ക്രീമി ആൻഡ് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. പാലക് ചീര വെച്ചിട്ട് മാത്രമല്ല, ഇതേ രീതിയിൽ നമുക്ക് മലബാർ ചീര, നമ്മൾ സാധാരണ കിട്ടുന്ന ചീര വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. മറ്റൊരു സൂപ്പ് റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയറും ചെയ്യുക.